ഒടുവിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ. 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് വിരാമം വിട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. സീസ് ഫയർ ദയവായി ലംഘിക്കരുതെന്ന് ഇരു രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ച് ട്രംപ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ സമ്മതിച്ചതായി ഇസ്രായേൽ, വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി സമ്മതിച്ച് ഇറാനും. ഇറാനിലെ US ആക്രമണങ്ങൾക്ക് പ്രതികാരമായി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം ആക്രമിച്ച് ഇറാൻ. ആളപായമില്ലെന്ന് ഖത്തർ, തടഞ്ഞെന്നും ഖത്തർ. രാജ്യത്തിന് മേലുള്ള ഇറാന്റെ ആക്രമണം അത്ഭുതപ്പെടുത്തിയെന്നും ഖത്തർ. യൂറോപ്യൻ യൂണിയനുമായി വിശാലമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച് കാനഡ. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരായ പോരാട്ടത്തിൽ കൈകോർത്ത് സൗദിയും കുവൈറ്റും. റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലെ മുറികൾ അനധികൃതമായി പങ്കിടുന്നതിനെതിരെ കർശന നടപടിയുമായി ദുബായ് മുനിസിപ്പാലിറ്റി. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയൻ കായികമേളയിൽ ലിമ ചാമ്പ്യന്മാർ. വീഗൻ റണ്ണർ അപ്പ് ബേൺലിയും നോർമ 3-4 സ്ഥാനങ്ങളിൽ. വാർത്തകൾ വിശദമായി. 12 ദിവസത്തെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് വിരാമമിട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നു. സീസ് ഫയർ നിലവിൽ വന്നതായും അത് ദയവായി ലംഘിക്കരുതെന്നും ഇരു രാജ്യങ്ങളോടും ഡൊണാൾഡ് ട്രംപ് അഭ്യർത്ഥിച്ചു. ട്രംപ് വീണ്ടും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് ഉപയോഗിച്ചാണ് സീസ് ഫയർ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്, അത് ലംഘിക്കരുതെന്ന് പ്രഖ്യാപിച്ചത്. ഇറാനെതിരായ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ അമേരിക്ക പങ്കെടുത്തതിന് പ്രതികാരമായി ഗൾഫ് രാജ്യമായ ഖത്തറിലെ US താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനവും. 12 മണിക്കൂറിന്റെ ഇസ്രായേലും ഇറാനും തങ്ങളുടെ അവസാന ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആ ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചെന്ന് കണക്കാക്കുമെന്നും 12 മണിക്കൂറിൽ ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്നും ട്രംപ് കുറിച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ നിർദ്ദേശത്തിന് സമ്മതിച്ചതായി ഇസ്രായേൽ സർക്കാർ. പ്രതിരോധത്തിന് നൽകിയ പിന്തുണയ്ക്കും ഇറാനിയൻ ആണവ ഭീഷണി ഇല്ലാതാക്കുന്നതിൽ പങ്കെടുത്തതിനും പ്രസിഡന്റ് ട്രംപിനും അമേരിക്കയ്ക്കും ഇസ്രായേൽ നന്ദിയും പറഞ്ഞു. ആണവ, ബാലിസ്റ്റിക് മിസൈൽ മേഖലകളിലെ തങ്ങളുടെ ഓപ്പറേഷൻ ലക്ഷ്യങ്ങൾ നേടിയതിൻ്റെ വെളിച്ചത്തിലും പ്രസിഡന്റ് ട്രംപുമായുള്ള പൂർണ്ണ ഏകോപനത്തിലും ഉഭയകക്ഷി വെടിനിർത്തലിനുള്ള നിർദ്ദേശത്തിന് സമ്മതിക്കുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. വെടിനിർത്തലിന്റെ ഏതൊരു ലംഘനമുണ്ടായാലും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ബോംബാക്രമണം നിർത്തിയാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയതിന് പിന്നാലെ രാവിലെ 4:30 ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഖത്തർ പ്രധാനമന്ത്രി രാജ്യത്ത് നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നേതൃത്വത്തെ ഫോണിൽ വിളിച്ച് US വെടിനിർത്തൽ നിർദ്ദേശത്തിന് ചർച്ചകൾ നടത്തിയതായും സൂചനയുണ്ട്. ഇറാനെതിരായ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ US പങ്കെടുത്തതിന് പ്രതികാരമായി ഗൾഫ് രാജ്യത്തും ഇറാഖിലുമുള്ള US താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് ടെഹ്റാൻ. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ US ആക്രമണങ്ങൾക്ക് പ്രതികാരമെന്നാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമിട്ടതായി US പ്രതിരോധ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. രാജ്യത്തിൻ്റെ പ്രതിരോധ സേന മിസൈലുകൾ തടഞ്ഞെന്നും ആർക്കും പരിക്കില്ലെന്നും ഖത്തർ പ്രതിരോധ മന്ത്രിയും അവകാശപ്പെട്ടു. പടിഞ്ഞാറൻ ഇറാഖിൽ ഐൻ അൽ അസദ് താവളത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം US നിഷേധിച്ചു. വിജയ വിളംബരമെന്ന് ഇറാൻ പേരിട്ട ഈ ആക്രമണം ഞായറാഴ്ചത്തെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. രാജ്യത്തിന് മേലുള്ള ഇറാന്റെ ആക്രമണം തങ്ങളെ അത്ഭുതപ്പെടുത്തിയെന്ന് ഖത്തർ. മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനുള്ള രാജ്യത്തിന്റെ പരിശ്രമങ്ങൾക്കിടയിൽ ഇറാന്റെ ഈ ആക്രമണം ഗുരുതരവും അപ്രതീക്ഷിതവുമായ ഒന്നാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും വ്യോമപാതയുടെയും രാജ്യ നിയമങ്ങളുടെയും UN ഉടമ്പടിയുടെയും മേലുള്ള കനത്ത ലംഘനമാണ് ഇറാൻ നടത്തിയതെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി വ്യക്തമാക്കി. ഖത്തറിലെ അൽ ഉദൈദിലുള്ള US വ്യോമത്താവളത്തിന് നേർക്ക് തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ദോഹയിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് GCC രാജ്യങ്ങൾ. ഇറാന്റെ കടന്നാക്രമണത്തിൽ പ്രവാസ ലോകം മുൾമുനയിൽ നിൽക്കുകയാണ്. ഇതോടെ മണിക്കൂറുകളോളമാണ് ഗൾഫിലേക്കുള്ള വ്യോമപാതകൾ അടച്ചുപൂട്ടേണ്ടി വന്നത്. 12 ദിവസത്തോളം നീണ്ടുനിന്ന നേർക്കുനേർ യുദ്ധത്തിനൊടുവിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു കൂട്ടരും വെടിനിർത്തലിന് സമ്മതിച്ചതായാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി വരെ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട അതിഭീകരതയ്ക്ക് മുന്നിൽ പെട്ടെന്നുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പോലും ആശ്വാസം പകരാൻ കഴിയില്ല എന്ന് വേണം പറയാൻ. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയല്ലാത്ത എന്നാൽ സഹോദര തുല്യ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഖത്തർ പോലൊരു രാജ്യത്തിന്റെ പോലും ഉള്ളിൽ കടന്നുകൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങൾ തച്ചുടയ്ക്കാൻ ഇറാൻ ഒരുമ്പെട്ടിറങ്ങുമ്പോൾ ഉന്നമൊന്ന് പിഴച്ചാൽ നിലച്ചു പോകുന്നത് പ്രവാസ ലോകത്തേക്ക് അനവധി പ്രതീക്ഷകളും പേറി ജീവിതം കെട്ടിപ്പടുക്കാൻ ഇറങ്ങിപ്പെട്ട കേരളീയർ ഉൾപ്പെടെയുള്ള നിരവധി നിരപരാധികളുടെ ജീവൻ കൂടിയാണ്.
രണ്ട് രാജ്യങ്ങളുടെ യുദ്ധ താൽപര്യങ്ങൾക്കും അതിന് അണിയറയിൽ രഹസ്യ ചുക്കാൻ പിടിക്കുന്ന യുദ്ധക്കൊതിയൻ രാക്ഷസന്റെ സ്വാർത്ഥതയ്ക്കും ബലി കൊടുക്കേണ്ടി വരുന്നത് ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം കൂടിയാണ്. അത്തരത്തിൽ നിരപരാധികളുടെ ജീവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികാര നടപടിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ ഖത്തറിൽ നടത്തിയത് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസം US ഇറാനെതിരായ ആക്രമണത്തിന് നേരിട്ട് പങ്കാളിയായത് തീരുമാനത്തിന് ആക്കം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വ്യോമഗതാഗതം താൽക്കാലികമായി അടച്ച് ഖത്തർ സ്വയം സുരക്ഷ ഉറപ്പാക്കേണ്ട നിലയിലേക്ക് രാത്രി മുതൽ കാര്യങ്ങളെത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അടച്ചുപൂട്ടൽ നടത്തിയത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളം ഖത്തറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കാരണം കൊണ്ട് തന്നെ പ്രതികാര നടപടിയുടെ ഭാഗമായി ഇറാന്റെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക അതിശക്തമായിരുന്നു. അതിനു പിന്നാലെയാണ് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഖത്തറിന്റെ ആകാശത്ത് രാത്രി ഇറാൻ തീമഴ പെയ്യിച്ചത്. ഇതാണ് വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്താൻ അധികാരികളെ പ്രേരിപ്പിച്ചത്. ഖത്തറിലെ US UK എംബസികൾ ഖത്തറിലുള്ള തങ്ങളുടെ പൗരന്മാരോട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സുരക്ഷിത സ്ഥലത്ത് അഭയം തേടാൻ രാത്രി തന്നെ നിർദ്ദേശം നൽകി. 8,000-ഓളം US പൗരന്മാർ ഖത്തറിൽ താമസിക്കുന്നുണ്ടെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ. ഖത്തറിലെ നിരവധി സ്കൂളുകൾ ഒരു ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമായി കഴിഞ്ഞ ദിവസം വരെ തുടരുകയായിരുന്നു. ഖത്തറിലെ UN സേനാ താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കത്ത്, ഷാർജ, അബുദാബി, ദമാം, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി. ഖത്തർ എയർവേസിന്റെ ദോഹയിലേക്കുള്ള വിമാനവും കുവൈറ്റ് എയർലൈൻസിന്റെ കുവൈത്തിലേക്കുള്ള വിമാനവും ഇൻഡിഗോയുടെ ഷാർജയിലേക്കുള്ള വിമാനവും റദ്ദാക്കിയതിൽപ്പെടുന്നു. ഖത്തറിലെ US സേനാ താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതിനു പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ്, ഷാർജ, അബുദാബി, ദമാം, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഖത്തർ എയർവേസിന്റെ ദോഹയിലേക്കുള്ള വിമാനവും കുവൈറ്റ് എയർലൈൻസിന്റെ കുവൈറ്റിലേക്കുള്ള വിമാനവും ഇൻഡിഗോയുടെ ഷാർജയിലേക്കുള്ള വിമാനവും റദ്ദാക്കി. യാത്രക്കാരുടെ സേവനത്തിനായി കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുമെന്നും ചിലത് വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കുകയോ ചെയ്യുമെന്നും കൊച്ചി വിമാനത്താവള അധികൃതർ പറഞ്ഞു. വിമാനങ്ങളുടെ തൽസ്ഥിതി മനസ്സിലാക്കാൻ വിമാന കമ്പനികളുടെ സൈറ്റുകൾ പരിശോധിക്കണം. വിമാന കമ്പനികളുടെ SMS-ഉം ഇമെയിലും പരിശോധിച്ച് സാഹചര്യത്തെ വിലയിരുത്തണം. ഉച്ചകഴിഞ്ഞ് 1:40 അബുദാബിയിൽ നിന്നുള്ള ഇൻഡിഗോ 6E1404 രാവിലെ 11:05 ദുബായിലേക്കുള്ള എയർ ഇന്ത്യ 933 ഉച്ചകഴിഞ്ഞ് 2:45 ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ, രാവിലെ 9:55 കുവൈറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, രാവിലെ 8:45 മസ്കറ്റിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, വൈകിട്ട് 6:50 ദോഹ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കാനായി എത്തുന്ന വിദേശ പൗരന്മാരെ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പദ്ധതി നടപ്പാക്കുന്നത് ഒരു ഫെഡറൽ കോടതി തിങ്കളാഴ്ച തടഞ്ഞു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഹാർവാർഡിന്റെ കഴിവ് കുറയ്ക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ ശ്രമം തടയുന്നതിനായി ബോസ്റ്റണിലെ US ജില്ലാ ജഡ്ജി അലിസൺ ബെറോസ് ആണ് ഇഞ്ചക്ഷൻ പുറപ്പെടുവിച്ചത്. ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പിട്ട പ്രഖ്യാപനം നടപ്പാക്കുന്നതിൽ നിന്നും ഭരണകൂടത്തെ തടഞ്ഞുകൊണ്ട് ജൂൺ 5 ജഡ്ജി പുറപ്പെടുവിച്ച ഇഞ്ചക്ഷൻ നീട്ടുകയായിരുന്നു ഈ ഉത്തരവിലൂടെ. യൂറോപ്യൻ യൂണിയനുമായി വിശാലമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച് കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി തിങ്കളാഴ്ച ബ്രസൽസിൽ വെച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായും യൂറോപ്യൻ കൗൺസിൽ മേധാവി ആന്റോണിയോ കോസ്റ്റയുമായുമാണ് സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തത്തിൽ കരാർ ഒപ്പുവെച്ചത്. ഉക്രൈന് കൂടുതൽ പിന്തുണയും കാലാവസ്ഥാ പ്രതിസന്ധി മുതൽ കൃത്രിമ ബുദ്ധി വരെയുള്ള വിഷയങ്ങളിൽ സംയുക്ത പ്രവർത്തനവും കരാർ ഉറപ്പു നൽകുന്നു. ഒരു മികച്ച ലോകം കെട്ടിപ്പടുക്കാൻ യൂറോപ്യൻ യൂണിയനെ ആദ്യം നോക്കുന്ന യൂറോപ്യൻ ഇതര രാജ്യങ്ങളിൽ ഏറ്റവും യൂറോപ്യനാണ് കാനഡയെന്ന് മാർക്ക് കാർണി വിശേഷിപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ കാനഡ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തം, യൂറോപ്യൻ യൂണിയന്റെ 150 ബില്യൺ യൂറോയുടെ സേഫ് പ്രതിരോധ ഫണ്ടിൽ കാനഡയുടെ പങ്കാളിത്തം, സംയുക്ത കഴിവുകൾ, പരസ്പര പ്രവർത്തനക്ഷമത, വ്യോമ പ്രതിരോധം എന്നിവയിൽ കാനഡയും യൂണിയനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഉർസുല വോൺ പ്രഖ്യാപിച്ചു. ഇനി സ്പോർട്സ്. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയൻ കായികമേളയിൽ ലീമ ചാമ്പ്യന്മാർ, വീഗൻ റണ്ണറപ്പ് ബേൺലി നോർമ എന്നിവർ 3-4 സ്ഥാനങ്ങളിലെത്തി. ലിവർപൂളിൽ നടന്ന ആവേശകരമായ യുക്മ നോർത്ത് വെസ്റ്റ് റീജിയൻ കായികമേളയിൽ ആതിഥേയരായ ലിവർപൂൾ മലയാളി അസോസിയേഷൻ ലീമ ഓവറാൾ ചാമ്പ്യന്മാരായി. ലിവർപൂൾ മലയാളി അസോസിയേഷൻ ലീമ ഓവറാൾ ചാമ്പ്യന്മാരായി 204 പോയിന്റുമായാണ് ലീമ ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തത്.
യുക്മ നോർത്ത് വെസ്റ്റ് റീജിയൻ മുൻ ട്രഷറർ കൂടിയായ ലൈജി മാനുവൽ തൻ്റെ പിതാവായ പി ജോസഫിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എവറോളിൻ ട്രോഫിയാണ് ലിമ നേടിയത്. 132 പോയിന്റ് നേടി വിഗൻ മലയാളി അസോസിയേഷൻ 2ാം സ്ഥാനം നിലനിർത്തി. 55 പോയിന്റോടെ ബേൺലി പെൻഡൽ മലയാളി അസോസിയേഷൻ 3ാം സ്ഥാനവും 43 പോയിന്റ് നേടി നോർത്ത് മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷൻ നോർമ 4ാം സ്ഥാനവും കരസ്ഥമായി. രാവിലെ നടന്ന കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം യുക്മ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. യുക്മ ദേശീയ ട്രഷറർ ഷിജോ വർഗീസ്, ദേശീയ സമിതി അംഗം ബിജു പീറ്റർ, നോർത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി, ജനറൽ സെക്രട്ടറി സനോജ് വർഗീസ്, ട്രഷറർ ഷാരോൺ ജോസഫ്, സ്പോർട്സ് കോർഡിനേറ്റർ ബിനോയ് മാത്യു എന്നിവർ പങ്കെടുത്തു. 300-ലധികം കായിക താരങ്ങൾ മത്സരിച്ച ആവേശകരമായ മത്സരങ്ങളിൽ കിഡ്സ് വിഭാഗത്തിൽ രൺവീർ മിലന്ദ് ആനപ്പറമ്പിൽ, സാറ ലൂസിയ സനീഷ് എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. സബ് ജൂനിയർ വിഭാഗത്തിൽ ആൻലിയ ജേസണും ജോൺ ജസ്റ്റിനും ചാമ്പ്യന്മാരായി. ജൂനിയർ വിഭാഗത്തിൽ ചേതൻ ദേവരാജു, ആൻഡ് ട്രീസ ജോബി എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായപ്പോൾ സീനിയർ വിഭാഗത്തിൽ റിച്ചാർഡ് ഷിജോ വർഗീസ് ചാമ്പ്യനായി. അഡൽട്ട് വിഭാഗത്തിൽ അനസ് അലി, അനു ജോബി എന്നിവരാണ് ചാമ്പ്യന്മാർ. സീനിയർ അഡൽട്ട് വിഭാഗത്തിൽ 3 പേരാണ് ചാമ്പ്യൻ പട്ടത്തിന് അർഹരായത്. ജിയോ ജോസ് പുരുഷന്മാരുടെ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിൽ സിന്ധു സൈമണും ടോജി തോമസ് എന്നിവരും ചാമ്പ്യൻഷിപ്പ് പങ്കിട്ടു. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ഷീൻ മാത്യുവും മിനിമോൾ ആന്റണിയും വ്യക്തിഗത ചാമ്പ്യന്മാരെ. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മാനദാന ചടങ്ങിൽ യുക്മ ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. റീജിയണൽ കായികമേളയിൽ വ്യക്തിഗത ഇനങ്ങളിലും ഗ്രൂപ്പ് ഇനങ്ങളിലും 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ചവർക്കാണ് ജൂൺ 28-ന് ബർമിംഗ്ഹാമിൽ നടക്കുന്ന യുക്മ ദേശീയ കായികമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക.